പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. 18 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ച് റദ്ദാക്കണം എന്നുള്ള NIA ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത്. ബി ബാലഗോപാൽ നൽകും വിവരങ്ങൾ. ബാലു, NIA ഈ ആവശ്യം തള്ളാനുള്ള കാര്യം തള്ളിക്കൊണ്ട് എന്താണ് കോടതി നിരീക്ഷിക്കുന്നത്? പ്രജീഷ, പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ 18 പോപ്പുലർ ഫ്രണ്ട് പ്രതികളായ 18 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നേരത്തെ കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NIA ആണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. NIA പറഞ്ഞിരുന്നത് ഈ കേസിലെ ഈ 18 പ്രതികൾക്ക്, അതായത് ജാമ്യം ലഭിച്ച 18 പ്രതികൾക്കും കൃത്യമായ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവരെ ജാമ്യത്തിൽ വിടരുത് എന്നുമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ, അതിൻ്റെ വിശദാംശങ്ങൾ കൈമാറുവാൻ സുപ്രീം കോടതി NIA നിർദ്ദേശിച്ചിരുന്നു. ഈ കേസിലെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറുകയും തുടർന്ന് കോടതി അത് പരിശോധിച്ചപ്പോൾ കാര്യമായ തോതിലുള്ള അല്ലെങ്കിൽ ഗൗരവമേറിയ ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും തന്നെ ഈ 18 പേരെ സംബന്ധിച്ചും ഇല്ല എന്ന് കണ്ടെത്തുകയാണ് ഉണ്ടായത്. തുടർന്നാണ് അഭയ് സോക്കിയുടെ അധ്യക്ഷതയിലുള്ള സുപ്രീം കോടതി ബെഞ്ച് ഈ NIA ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ പാലക്കാടൻ ശ്രീനിവാസൻ വധക്കേസിലെ മറ്റ് ചില പ്രതികൾ, അതായത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവർക്ക് നേരത്തെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. അവരുടെ ക്രിമിനൽ പശ്ചാത്തലം, അതായത് ജാമ്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൈമാറാൻ ഇന്ന് NIA സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് മെയ് 6 ഈ കേസ് പരിഗണിക്കുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്.